ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു കോവയ്ക്ക മീൻ കറിയുമായിട്ടാണ്. മീൻ കറി എന്ന് പറയാൻ ഇതിൻ്റെ അകത്ത് മീനൊന്നുമില്ല കേട്ടോ. ഇതൊരു പ്യുവർ വെജ് കറിയാണേ. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 6-7 കോവയ്ക്കയും ഒരു സവോളയും കൂടെ തന്നെ ഒരു തക്കാളിയും ഒരു ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് വേപ്പിലയും. ഇനി നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. ഈ ഒരു കണത്തിലാണ് കേട്ടോ കോവയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2-3 എണ്ണം കുടംപുളിയാണ്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് മീൻ കറിയുടെ സ്റ്റൈലിൽ വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ കോവയ്ക്ക മീൻ കറി എന്ന് പറയുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കൂടെ ഒരു തണ്ട് വേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റൈലിൽ കോവയ്ക്ക കറി വെക്കാറുണ്ടോ? ഈ രീതിയിൽ തക്കാളി മീൻ കറിയും വെക്കാട്ടോ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 2/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ ചേർക്കാം, ഞങ്ങളിവിടെ ചേർക്കുന്നില്ല. സമയമുണ്ടെങ്കിൽ ഇതൊരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1-ാം പാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 2-ാം പാലും 1/2 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത 3-ാം പാലുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഒന്ന് കീറിയിട്ടാണ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവട്ടം പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ കോവയ്ക്ക ഇട്ട് വെച്ച പാത്രം ഒന്ന് കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്ത് കറി തിളയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കറി തിളച്ച് 10 മിനിറ്റിനു ശേഷം നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ പാൽ ഒഴിച്ച് കുറുകി വറ്റി വരുമ്പോൾ വേണം കേട്ടോ 2-ാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞങ്ങളിവിടെ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അത് കാരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോവയ്ക്കൊക്കെ നന്നായി വെന്തിയിട്ടുണ്ട്. അപ്പുറത്ത് കണ്ടോ മുതിരുപ്പേരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി കറി കാച്ചാനായി 5-6 ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി കറി കുറുകി വരുമ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പാൽ തിളക്കേണ്ട. ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മീൻ കറിയുടെ പോലെ തന്നെ നല്ല ടേസ്റ്റി കറിയാണ്, മീനില്ലെന്നേ ഉള്ളൂ. വെജിറ്റേറിയൻസിന് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ പിന്നെ പറയാതെ തന്നെ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഉള്ളി കറിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.